കാർഷിക മേഖലയിലെ ഏത് മുന്നേറ്റവും വ്യവസായ വിപ്ലവത്തിന് ഇടയാക്കുമെന്ന് മന്ത്രി വി.എൻ. വാസവൻ. 2 കോടി രൂപ 1% പലിശയ്ക്ക് കർഷക സംഘങ്ങൾക്ക് നബാർഡ് മുഖേന സഹകരണ വകുപ്പും കൃഷി വകുപ്പും ചേർന്ന് വായ്പ നൽകും. ശീതീകരിച്ച വാഹനങ്ങളിൽ കൃഷിക്കാരിൽ നിന്ന് ശേഖരിച്ച കാർഷിക ഉൽപ്പന്നങ്ങൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി സ്വദേശത്തും വിദേശത്തും വിപണനം ചെയ്യാൻ കഴിയും. ഇത് ഉന്നത ഗുണനിലവാരത്തിലായതിനാൽ വരുമാനം വർദ്ധിക്കും. കോട്ടയം തുറമുഖവും ഇവിടുത്തെ ഉൽപ്പന്നങ്ങൾ ലോകരാജ്യങ്ങളിലേക്ക് എത്തിക്കാൻ കൂടുതൽ സൗകര്യമൊരുക്കി വരികയാണെന്നും മന്ത്രി പറഞ്ഞു. പാലാ സാൻതോം ഫുഡ് ഫാക്ടറിയുടെ ഉദ്ഘാടന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. വലിയ പുരോഗതി ഉറപ്പാക്കണമെങ്കിൽ അടിസ്ഥാനപരമായി കൃഷിയുടെ വികാസം ഉറപ്പാക്കും. ഈ മഹാഭാരതം ഏതാണ്ട് 80% കൃഷിയും കർഷക തൊഴിലാളികളും ഏർപ്പെടുന്ന രാജ്യമാണ്. സ്വാഭാവികമായി നമ്മുടെ രാജ്യത്ത് കാർഷിക മേഖലയുടെ പുരോഗതി അതിൻ്റെ പൂർണ്ണതയിൽ എത്തുമ്പോഴാണ് അർത്ഥപൂർണമായ അവസ്ഥയിൽ രാജ്യത്ത് സാമ്പത്തിക, കാർഷിക, വ്യാവസായിക, തൊഴിൽ, വിദ്യാഭ്യാസ, ആരോഗ്യ മേഖലകളിലെല്ലാം നമുക്ക് വിപുലവും വിശാലവുമായ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുക. കാർഷിക മേഖലയിലെ ഏത് മുന്നേറ്റവും നമ്മുടെ നാടിൻ്റെ വ്യവസായ വിപ്ലവത്തിന് അടിത്തറവാകും. വ്യവസായ വിപ്ലവത്തിന് അടിത്തറവാകിയാൽ നമ്മുടെ രാജ്യത്ത് തൊഴിലില്ലായ്മ പരിഹരിക്കപ്പെടാൻ കഴിയും. ഇങ്ങനെയാണ് മുന്നേറ്റങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി പരസ്പരം ബന്ധപ്പെട്ടു വരുന്നത്. കാർഷിക മേഖലയിൽ നിന്നാണ് എല്ലാ റോ മെറ്റീരിയലും ഉൽപ്പാദിപ്പിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഈ ഫാക്ടറിയിൽ തന്നെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ച് വിപണനം നടത്തുന്ന രൂപത്തിലേക്ക് കൃഷിക്കാരുടെ റോ മെറ്റീരിയൽ സംഭരിച്ചും സംസ്കരിച്ചും വിപണനം നടത്തുന്ന രൂപത്തിലേക്ക് നമ്മുടെ ഫാക്ടറി വരുന്നത് പോലെ തന്നെ വിവിധ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ സജ്ജമാക്കുന്ന രൂപത്തിൽ ഇവിടെ എത്തിച്ചേരുന്ന പ്രോഡക്റ്റുകൾ അത് സംസ്കരിച്ച് മറ്റു പ്രോഡക്റ്റുകളാക്കി മാറ്റാൻ കഴിയുന്ന പ്രകൃതിയിലേക്ക് എത്തിച്ചു കൊടുക്കും. അതാണ് വെജിറ്റബിൾ കട്ടറായിരുന്നാലും അതേപോലെ തന്നെ വെജിറ്റബിൾ വാഷറായിരുന്നാലും റൈസ് വാഷറായിരുന്നാലും ഇവിടെ പിതാവ് സൂചിപ്പിച്ച മറ്റ് യന്ത്രങ്ങളെല്ലാമായിരുന്നാലും നൂതനമായ സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് കാർഷിക മേഖലയിലെ നിരവധി ഉൽപ്പന്നങ്ങൾ നമുക്ക് ഉൽപ്പാദിപ്പിച്ച് വിവിധ ഉൽപ്പന്നങ്ങളാക്കി വിദേശത്തും സ്വദേശത്തും വിപണനം നടത്താൻ കഴിയുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ.